ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഈ കിഴി സ്പെഷ്യൽ വീഡിയോ ആണ്. 2024 ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സിനിമകൾ, ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. എന്താണെങ്കിലും ഈ ഒരു വീഡിയോ പുറത്തു വന്നു കഴിയുമ്പോൾ ഒരു വിഭാഗം ആൾക്കാർ നമ്മളെ തെറി വിളിക്കാൻ കാത്തിരിക്കുന്നുണ്ടാവും. കാരണം ഇതിനകത്ത് ഭയങ്കരമായിട്ട് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ട സിനിമകളുണ്ട്. അതെ, നമുക്ക് തീരെ വർക്കായിട്ടില്ല. ഈ വർഷം, അതായത് 2024 ഞങ്ങൾക്ക് ഭയങ്കര വ്യത്യസ്തമായ വർഷമായിരുന്നു. ഭയങ്കര വ്യത്യസ്തമായ ചിന്താഗതിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മള് പറന്ന് മോളിൽ പോയിട്ടുണ്ട്, തിരിച്ചിറങ്ങി വന്നിട്ടുണ്ട്, വീണ്ടും പറക്കും. അങ്ങനെയായിരുന്നു. അതെ അതെ, അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യണമല്ലോ. പിന്നെ തീർച്ചയായിട്ടും, കാരണം ധൈര്യപൂർവ്വം നമ്മുടെ അഭിപ്രായം പറയാൻ നമ്മൾ ആരെയും ഭയക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മുടെ അഭിപ്രായം നമ്മൾ എന്തായാലും പറഞ്ഞിരിക്കും. അത് തന്നെയാണ് ഇപ്പോഴും. എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സിനിമകളാണ് പറയാൻ പോകുന്നത്. പക്ഷെ ചില സിനിമകൾ നമ്മുടെ അതേ സെയിം അഭിപ്രായമുള്ള ആൾക്കാരുണ്ട്. അതുണ്ടാവും. വേണമെങ്കിൽ തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് സിനിമ തന്നെ പറഞ്ഞേക്കാം, തൊണ്ട്. ഓ, ഒന്നും പറയാനില്ല. തന്നെ അവിടുന്ന് ഉണ്ട്. അത്ര മോശം സിനിമയായിരുന്നു. അയ്യോ, കാരണം പറയുന്നില്ല, അത് കൂടുതൽ പറയാൻ താല്പര്യമില്ല, അതിന്റെ ആവശ്യമില്ല. അത്രയ്ക്ക് മോശമായിരുന്നു. അത്ര മോശം. അടുത്തത് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. ഇത് ഗോട്ടാണ്. ഗോട്ട് സിനിമകളിലൊന്നാണ്. തിയേറ്ററിൽ പോയിട്ട് ആകെ 5 പേര് ഞങ്ങള്. അത് ഞങ്ങൾ തന്നെ ടിക്കറ്റ് എടുപ്പിച്ച് ബുക്ക് ചെയ്യിപ്പിച്ചിട്ട്, അതായത് തിയേറ്ററിന്റെ ഇതിൽ കയറിയിട്ട് ബുക്ക് ചെയ്യിപ്പിച്ചിട്ട് ഞങ്ങൾ പോയി. എന്തിന്റെ കഴപ്പായിരുന്നു സിനിമ കണ്ട്. 2 പേരെ മനഃപൂർവ്വം ഞങ്ങൾ വിളിച്ചു, ഇതിന് കയറിക്കോന്നൊക്കെ പറഞ്ഞ് വലിച്ചു കയറ്റിയതാ. അതെ. അടുത്തത് ആശ്വാസം. ഞാനത് ഇപ്പോഴും കണ്ടിട്ടില്ല, അന്ന് തിയേറ്ററിലും കണ്ടിട്ടില്ല. ഗർറ് കണ്ടത് ഇവനാണ്, അതിൽ പെട്ടുപോയത് ഇവനാ. വല്ലാത്തൊരു സിനിമയായിരുന്നു കേട്ടോ. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഉറപ്പിച്ച് കളയാന്നൊക്കെ പറഞ്ഞ ഒരു വല്ലാത്ത ജാതി ഉറപ്പിക്കും. അമ്മാരി മോശം. ഈ ലിസ്റ്റ് നമ്മൾ പറയുമ്പോഴേ, അതായത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്തത് ഇങ്ങനെ വഴിക്ക് പറയാല്ലോ, ലൈനായിട്ട് പറയുന്നല്ലോ കേട്ടോ. ഇത് നമുക്ക് ഓർമ്മ വരുന്നത് അങ്ങ് പറയുന്നതാണ്. അങ്ങനെയാണ്. അല്ലാണ്ട് ലൈനായിട്ട് ഇത് ഏറ്റവും മോശം അങ്ങനത്തെ സാധനമല്ല. ഇതിലും മോശമുള്ളതുണ്ട്, വരാനിരിക്കുന്നുണ്ട് ഇതിലും മോശമുള്ളത്. അതെ, മേ ബി ഫസ്റ്റ് പറഞ്ഞതായിരിക്കാം ഏറ്റവും മോശം. അതെ, അങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് കിടക്കുകയാണ്. ഓക്കെ, ഗർറ് പറഞ്ഞല്ലോ. അപ്പോൾ ഗർറ് ഇവൻ ഒറ്റയ്ക്ക് പോയി കണ്ട സിനിമയാണ്. അതുപോലെ ഞാൻ പോയി പെട്ടൊരു സിനിമ ഉണ്ട്, സുമലതയുടെയും സുജാതയുടെയും, അങ്ങനെ തന്നെയല്ലേ, സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ. നീ പേര് പോലും ഓർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നില്ല അല്ലേ? ഈ പേര് കൊണ്ട് ആകെയുള്ള ഗുണം ഇത് ഓർക്കാൻ കിട്ടൂല എന്നുള്ളത് മാത്രം. അയ്യോ, അന്ന് ഞാൻ രക്ഷപ്പെട്ടത് ഗുരുവായൂരമ്പതാണ് കൊണ്ടാ. ഇവൻ അതിനാ കയറിയത്. അത് പിന്നെ ഒരു ആവറേജ് സിനിമ ഉണ്ടായിരുന്നു. ഒരു ഫസ്റ്റ് ഹാഫ് വരെ അടിപൊളിയായിരുന്നു. പിന്നെ അടിപൊളി. അതിനുശേഷമാണ് അത് കൈ വിട്ടുപോയത്. അത് ഞങ്ങൾ കൂടിക്കാഴ്ച നടത്തിയിട്ട് ഞങ്ങൾ പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അത്ര മോശം സിനിമ ഞാൻ അനുഭവിച്ചത് എനിക്ക് അറിയുള്ളൂ. എൻ്റെ ചോരയൊക്കെ നീരായി സഹിക്കാഞ്ഞിട്ട് ഞാനിങ്ങനെ എത്ര ഊത്തുതിക്കണം അറിയോ. ആകെ കുറച്ച് പേരെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഇവരൊക്കെ പാമ്പെങ്ങാനുള്ളൂ, അമ്മാരി ഊത്തായിരുന്നു ഞാൻ. എന്താണെങ്കിലും അതിനുശേഷം ഉള്ള സിനിമകൾ ഒന്നാണ് മന്ദാകിനി. ഇതും ഊതി തീർത്ത സത്യം സിനിമയാണ്. അതിന്റെ റിവ്യൂ നമ്മൾ ചെയ്തിട്ടില്ല. അതായത് റിവ്യൂ ചെയ്യാൻ തോന്നിയില്ലായിരുന്നു. ഇവൻ ഞങ്ങൾ 2 പേരും ഇന്റർവെല്ലിന് ഇറങ്ങിയിട്ട് ചായ കുടിച്ച് തിരിച്ചു കയറുന്നതിന് മുമ്പ് ഇന്ന് കാണാനല്ല, ഇവൻ വിളിച്ചിട്ട് എടാ എവിടെടാ കയറി, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാടാന്ന് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് മന്ദാകിനി. പക്ഷെ വളരെ നല്ല അഭിപ്രായം വന്ന സിനിമയാണ്. അത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളൂ കേട്ടോ. മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ അടുത്തത് പറഞ്ഞുതരാം, മലൈക്കോട്ടെ വാലിബൻ. ഞങ്ങള് ശരിക്കും 2024 തുടങ്ങുന്നതിന്റെ തൊട്ട് മുന്നേ വരെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണണം, അല്ലെങ്കിൽ ഇത് ഭയങ്കര ഹിറ്റായിരിക്കും എന്ന് പ്രതീക്ഷിച്ച ഒരു സിനിമയായിരുന്നു മലൈക്കോട്ടെ വാലിബൻ. പക്ഷെ സംഭവം കയ്യിൽ നിന്ന് പോയി, ഞങ്ങളുടെ മൊത്തം കൺട്രോളും പോയി, ഞങ്ങളെ തളർത്തിക്കളഞ്ഞു. ശരിക്കും ഞങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച പരാജയം അത് മലൈക്കോട്ടെ വാലിബനാണ്. തീർച്ചയായിട്ടും. കാരണം നമ്മൾ അത്രത്തോളം പ്രതീക്ഷിച്ചിരുന്നു. മാത്രമല്ല കണ്ണടച്ച് നമ്മൾ വിശ്വസിക്കാന്ന് പറയുന്നത് പരാജയമില്ല, അതിനൊരു വിജയമല്ലാതെ അതിൽ കുറഞ്ഞൊന്നുമില്ല എന്നങ്ങ് വിശ്വസിച്ചു പോയി. ആ ഒരു വിശ്വാസമാണ് നമ്മളെ ശരിക്കും അത്രയും ഇമോഷണൽ ആക്കിയത് കേട്ടോ. കാരണം അത്രയ്ക്കും ഇതായിരുന്നു ആ സിനിമയുടെ കാര്യത്തിൽ. അടുത്തത് എബ്രഹാം ഓസ്ലർ. വൻ അഭിപ്രായം നേടിയ സിനിമയാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സിനിമ വളരെ മോശമായിട്ടാണ് ഒട്ടും വർക്കാത്ത സിനിമ.
പ്രത്യേകിച്ച് അതായത് മമ്മൂക്കയെ മുന്നിൽ നിർത്തി പറ്റിച്ച സിനിമ. അതെ, ശരിക്കും സ്കാം. ഓസ്ലർ നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ? കിടിലൻ ക്ലാസിക് ഡയലോഗ്. അത് മാത്രല്ല, ശരിക്കും അതിലെ ഒരൊറ്റ സംഭവം ഉണ്ട്, അതായത് മമ്മൂക്കയുടെ 1000 എൻട്രി. അതൊരു ഗംഭീര സാധനം. അത് പക്ഷെ നമുക്കറിയാം, ഇതില് ഞങ്ങൾക്കറിയായിരുന്നു, ഞങ്ങൾ അതിന് മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞൊരു സാധനമാണ്. മമ്മൂക്ക വില്ലനാണ്, സൈക്കോ കില്ലറായിട്ടാണ് വരുന്നത്, ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കതിൽ ഒരു എക്സൈറ്റ്മെന്റും ഇല്ല, നമുക്ക് അറിയാവുന്നത് കൊണ്ട്. പിന്നെ അത് കാണുമ്പോൾ അത് ആ രീതിയിൽ അവതരിപ്പിച്ചത് ഭയങ്കര രസമായിരുന്നു. ആ സമയത്ത് നമ്മുടെ ജയറാമിന്റെ ഓട്ടം അതൊക്കെ ഭയങ്കര രസമായിരുന്നു. അത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് 5-ാം പാതിരന്റെ എല്ലാ പരിപാടിയും, വില്ലനാര് കൊലപാതകം ചെയ്യുന്ന രീതി, അതായത് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി 5-ാം പാതിര അടയാളപ്പെടുത്താം നമുക്ക്. അടുത്തത് മലയാള സിനിമയിലെ ഒരു ബെഞ്ച് മാർക്ക് തന്നെയാണ്. അതായത് മലയാള സിനിമയിലെ ഏറ്റവും കളക്ഷൻ നേടിയ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. ഈ സിനിമ ഞങ്ങൾക്ക് ഒട്ടും വർക്കായില്ല. കാരണം ഹാഫ് ടൈം വരെ അത് ഇരുന്നത് തന്നെ നമുക്ക് അറിഞ്ഞുകൂടാ, അത്രയ്ക്കും അസഹനീയമായിട്ടായിരുന്നു. അതിനുശേഷം പിന്നെ അതിനുശേഷമാണ് മറ്റേ ഈ കുഴിയിൽ വീഴുന്നതും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇന്റർവെല്ലിലാണ് കുഴിയിൽ വീഴുന്നത്. അതെ, ശേഷം കുറച്ചു നേരം ഒരു ഇത് കിട്ടി, അതിനുശേഷം പിന്നെയും നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അത് കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി വീഡിയോ ചെയ്തിട്ട് ഇപ്പം ഈ 2024 ലാസ്റ്റിലെ ഒന്നും കൂടി മോളിൽ പോയിട്ട് വരാൻ വയ്യാത്തതുകൊണ്ടാണ് താഴെ തന്നെ നിന്നോട്ടെ. എന്തായാലും ഇത് ഇഷ്ടപ്പെടാത്ത പറഞ്ഞു പോകുന്നതുകൊണ്ട് പറഞ്ഞു പോയതാണ്. എന്താണെങ്കിലും അടുത്തത് തലവൻ. ഇതും ഇതുപോലൊക്കെ തന്നെയാണ് കേട്ടോ. അതായത് ഇതിന് ഭയങ്കരമായിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരുന്ന സിനിമയാണ്. പക്ഷെ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ മുതൽ ചിരിയാ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഓരോ സാധനങ്ങളും ചെയ്തു വെച്ചേക്കുന്നത് അങ്ങനെ. ഇതിലൊരു കാര്യം ചോദിക്കാം, ഇതിലിപ്പോൾ പോസ്റ്റ്മോർട്ടം ഇല്ലാത്തതിനെ കുറിച്ചും പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് കിട്ടുന്നത് അതിൻ്റെ അന്വേഷണം കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്, അത് പറയുന്നില്ല. അതിനേക്കാൾ അപ്പുറത്ത് ഇതിൽ ഇൻ്റർവെല്ലിൻ്റെ ബ്ലോക്കിൽ അതായത് ഈ കുട്ടിയെ ഇറക്കി വിടുന്നുണ്ട്. അതായത് അനുശ്രീയുടെ കൊലപാതകമാണല്ലോ നടക്കുന്നത്. ആളുടെ മകളായിട്ടുള്ള കുട്ടി, ആ കുട്ടിക്ക് അത്യാവശ്യം ഏജ് ഉണ്ട്, അതായത് ആളെ തിരിച്ചറിയാനുള്ള കഴിവുള്ള ഒരാളാണ്. അപ്പോൾ ആളെ കിട്ടി ആളോട് സിമ്പിളായിട്ട് ചോദിക്കാം, അതായത് ആരാണ് കൊന്നത് എന്ന് ചോദിക്കാൻ വേണ്ട, അത് പോട്ടെ. ഇതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട നമ്മുടെ ബിജു മേനോൻ ഉണ്ട് അവിടെ, ആളാണോ അന്ന് കൊണ്ടുപോയത് എന്ന് ചോദിക്കാമല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ പറയാമല്ലോ. അപ്പോൾ ആളെ ഇറക്കി വിടുക എന്നുള്ളതാണല്ലോ ആദ്യത്തെ കാര്യം. അതിനാണല്ലോ അതിൽ പോലീസിൽ പുഴുക്കുത്തുകൾ ഞാൻ അനുവദിക്കൂല എന്ന് പറഞ്ഞ് രഞ്ജിത്തിൻ്റെ ക്യാരക്ടർ വന്നിട്ട് ഇതിൽ ഇൻവോൾവ് ആവുന്നത്. അതിനകത്ത് ഇത് എന്തോരം ഉണ്ടെന്നറിയോ, കുറെ സാധനങ്ങൾ എടുത്തു പറയാനുണ്ട്. ലോകം മണ്ടത്രങ്ങൾ നിറഞ്ഞ സിനിമയാണ്. ഇതിനകത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിനിമയെ കുറിച്ചുള്ള ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇപ്പൊ ഡീറ്റെയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇഷ്ടപ്പെടാത്ത സിനിമകൾ പറഞ്ഞു പോവുക. അല്ലെങ്കിൽ ഇനി ഇത് കുറച്ചും കൂടി ഏർപ്പോള്ള സാധനമാണ്. അത് ഇതെന്തായാലും ഇതിപ്പം ഈ വീഡിയോ വന്നു കഴിഞ്ഞാൽ എന്തായാലും പോകും. അതെ, അത് ഞങ്ങൾ ഉറപ്പിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. മഞ്ഞുമൽ ബോയ്സിന്റെ ഈ കാര്യം പറയുമ്പോഴേ തീർച്ചയായിട്ടും പറയാൻ പോകുന്ന സാധനം എന്താ, ഇതിങ്ങനെയൊക്കെയാണ്. ഓക്കെ, അങ്ങനെ സംഭവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സിനിമാറ്റിക് രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല, അതാണ് പ്രശ്നം. പ്രശ്നമല്ല ഞങ്ങൾക്ക്. അടുത്തത് പവി കെയർ ടേക്കർ. കൂടുതലൊന്നും പറയാനില്ല, നല്ല കിടിലൻ ചളി കോമഡികളായിരുന്നു. ദിലീപ് മാറാൻ പോകുന്നില്ല. ദിലീപിന്റെ ഇതുവരെ ഈ പവി കെയർ ടേക്കർ വരെ വന്നിട്ടുള്ള സിനിമകളിലെ ഒക്കെ സാധനങ്ങൾ എടുത്തിട്ട് വെച്ച് ചെയ്ത ഒരു സിനിമ. അതെ, എന്നിട്ടോ അതിന്റെ സ്പൂഫ് പോലെ അത് ഗംഭീരമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദിലീപിന്റെ വേറെ ലെവൽ പരിപാടിയായിരുന്നു. പക്ഷെ ഇതില് അത് എല്ലാം മോശമായിട്ട് എങ്ങനെ ഇതിന്റെയൊക്കെ മോശം വേർഷൻ കാണിച്ചു തരാൻ പറ്റും എന്നുള്ളതാണ് ഇവര് ശ്രമിച്ചത്. അടുത്തത് ദിലീപേട്ടന്റെ തന്നെയാണ് തങ്കമണി. കൂടുതൽ ഇതിനെ കുറിച്ചൊന്നും പറയാനല്ല. നടന്നൊരു സംഭവത്തിനെ ഏതൊക്കെ എത്ര മോശമായിട്ട് കാണിക്കാൻ പറ്റും അങ്ങനെ കാണിച്ചു വെച്ച ഒരു സിനിമ. അടുത്തത് ലെവൽ ക്രോസ്. ഇതും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഭയങ്കരമായിട്ട് അഭിപ്രായങ്ങൾ വന്നിട്ടുള്ള സിനിമയാണ്. നമുക്ക് ആ സിനിമ ബേസിക്കലി ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് നമ്മുടെ റിവ്യൂവിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ സിനിമകളിലൊക്കെ അതിന് അങ്ങനെ തന്നെയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഒന്നിലും മാറ്റം വരുത്തിയിട്ടില്ല, അതിന് മാറുമില്ല. അടുത്തത് പുഷ്പക വിമാനം. ഇത് ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല, ഞാനാണ് അനുഭവിച്ചത്. ഞാൻ കാണാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ അതിന്റെ അഭിപ്രായം എന്താന്ന് പോലും. അതൊരു സത്യം, ഭാഗ്യമായേക്കാം. അടുത്തത് നിനക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാത്ത സിനിമ ഇടിയൻ ചന്തു. നിനക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെടാത്ത. ഇടിയൻ ചന്തു എന്നല്ല, പേര് മാറിപ്പോയി. ഇവര് ചെയ്തു വെച്ച സിനിമ കറക്റ്റ് ആയിരുന്നു, പക്ഷെ പേര് മാറിപ്പോയി. അത് ഇടികൊള്ളുന്ന ചന്തു. വാൻ പേരൊക്കെ ഇട്ടിട്ട് എവിടുന്നൊക്കെ കിട്ടും അതൊക്കെ വാങ്ങിക്കൂട്ടും. പേരില് തെറ്റുപറ്റി. കറക്റ്റ് പേരിട്ടിട്ടുണ്ടെങ്കിൽ വിജയിച്ചാനെ. അതായത് ഇടികൊണ്ട് ചാവുന്ന തൂറുന്ന ചന്തു, അത് കറക്റ്റ് ആയിരുന്നു. അടുത്തത് പണി. ഇതൊക്കെ ഉറപ്പാട്ടോ. ഇതൊക്കെ എന്താണെന്നറിയോ, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ട് നമുക്ക് ഇഷ്ടപ്പെടാതിരുന്ന സിനിമകളാണ്. മഞ്ഞുമൽ ബോയ്സ്, എബ്രഹാം മൂസ്ലർ,
തലവൻ, ലെവൽ ക്രോസ്, ഇപ്പൊ തപ്പാണി, ഇതിന്റെയൊക്കെ പേരിൽ നമ്മളിങ്ങനെ പറക്കും. തീർച്ചയായിട്ടും നന്നായിട്ട് പറക്കേണ്ടി വരും. അടുത്തത് വളരെ മോശം തന്നെയായിരുന്നു. അടുത്തത് 2024 ലാസ്റ്റ് കണ്ട മലയാളം മൂവി ബറോസ്. ഒന്നും പറയാനില്ല, ഇതിനെ കുറിച്ചൊന്നും ഇനിയൊന്നും പറയാനില്ല. കൊറേ പറഞ്ഞു, ഇനി ഒന്നും പറയാനില്ല. കൊറേ പറഞ്ഞതാ സത്യം. ഇനിയുണ്ട് കേട്ടോ, ചിലപ്പോ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ ഇനിയും ഉണ്ടാവും. ഒരു ആവറേജ്, അതെ, ഒരു ആവറേജ് എന്നൊക്കെ പറഞ്ഞു തോന്നുന്ന സാധനങ്ങൾ വേറെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഒരുപാട് മോശം സിനിമകൾ സംഭവിച്ചിട്ടുണ്ട്, അതൊന്നും ഞങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ടില്ല. കാണാത്ത കുറേ സിനിമകളും ഉണ്ട്. എന്താണെങ്കിലും ഇത്രയൊക്കെയാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാവുന്ന സിനിമകൾ. യെസ്, നിങ്ങൾക്ക് തിയേറ്ററിൽ കണ്ടിട്ട് ഇഷ്ടപ്പെടാവുന്ന സിനിമകൾ നമ്മൾ മാച്ചിങ് ആണോ നോക്കാം, കമന്റ് ഇട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. നല്ല മാച്ചിങ് ആയിരിക്കും.